UAE വെച്ച് നടക്കുന്ന ഏഷ്യ കപ്പിൽ കിരീടത്തിൽ കുറഞ്ഞതൊന്നും ഇന്ത്യൻ ടീം ലക്ഷ്യമിടുന്നില്ല. ഇത്തവണ T20 ഫോർമാറ്റിലാണ് ഏഷ്യ കപ്പ് നടക്കുന്നത്. T20യിൽ മികച്ച ഫോമിലുള്ള ഇന്ത്യൻ ടീമിന് വെല്ലുവിളി ഉയർത്താൻ കരുത്തുള്ള മറ്റൊരു ഏഷ്യൻ ടീമും ഇന്ന് നിലവിലില്ല. എങ്കിലും കരുത്തുറ്റ ടീമിനെ തന്നെ ഏഷ്യ കപ്പിന് അയക്കാനാണ് BCCI ശ്രമിക്കുന്നത്. ഏഷ്യ കപ്പിനുള്ള ടീം പ്രഖ്യാപനം വരും ദിവസങ്ങളിൽ നടന്നേക്കും. ഏഷ്യ കപ്പ് ടീമുമായും ഇന്ത്യൻ T20 ടീമുമായും ബന്ധപ്പെട്ട് പലതരത്തിലുള്ള ചർച്ചകൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. രണ്ട് ഇന്ത്യൻ സൂപ്പർ താരങ്ങൾ ഇന്ത്യയുടെ T20 ടീം പദ്ധതികളിൽ ഇല്ലെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇന്ത്യൻ ക്രിക്കറ്റിലെ സൂപ്പർ സ്റ്റാറുകളായ യശസ്വി ജയ്സ്വാൾ, ഋഷഭ് പന്ത് എന്നിവർ ഇന്ത്യൻ T20 ടീമിന്റെ ദീർഘകാല പദ്ധതികളിൽ ഇല്ലെന്ന് ഇന്ത്യൻ എക്സ്പ്രസ് ആണ് റിപ്പോർട്ട് ചെയ്തത്. ഇതിൽ ഋഷഭ് പന്തിന്റെ കാര്യം വലിയ സർപ്രൈസ് ഒന്നുമല്ല. എന്നാൽ ജയ്സ്വാളിന്റെ കാര്യം അങ്ങനെയല്ല. പന്ത് ഏഷ്യ കപ്പിന് ഉണ്ടാകില്ലെന്ന് നേരത്തെ തന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നാൽ ജയ്സ്വാൾ ഏഷ്യ കപ്പ് കളിക്കില്ലെന്നാണ് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത്. 2026 T20 ലോകകപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പദ്ധതികളാണ് ഇന്ത്യൻ ടീം തയ്യാറാക്കുന്നത്. അന്താരാഷ്ട്ര T20യിൽ അത്ര മികച്ച റെക്കോർഡല്ല ഋഷഭ് പന്തിനുള്ളത്. 76 മത്സരങ്ങളിൽ നിന്ന് 23.09 ബാറ്റിംഗ് ശരാശരിയിൽ 1209 റൺസ് മാത്രമാണ് അദ്ദേഹം നേടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് പന്തിനെ ഇന്ത്യ T20 ടീമിൽ നിന്ന് തഴയുന്നത് സർപ്രൈസ് നീക്കമൊന്നുമല്ല എന്ന് പറയുന്നത്. എന്നാൽ ജയ്സ്വാളിനെ സംബന്ധിച്ച് ടീമിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടാൽ അത് വലിയ ഞെട്ടലാകും. അന്താരാഷ്ട്ര T20യിൽ ഇന്ത്യക്കായി മികച്ച റെക്കോർഡുള്ള താരമാണ് അദ്ദേഹം. 36.15 ബാറ്റിംഗ് ശരാശരിയിൽ 723 റൺസാണ് T20യിൽ ഇന്ത്യക്കായി അദ്ദേഹം നേടിയിട്ടുള്ളത്. IPLൽ രാജസ്ഥാൻ റോയൽസിന് വേണ്ടിയും ഉജ്ജ്വല റെക്കോർഡാണ് അദ്ദേഹത്തിനുള്ളത്. ഇന്ത്യൻ ടെസ്റ്റ് ടീം നായകൻ ശുഭ്മാൻ ഗില്ലിന്റെ സ്ഥാനവും T20യിൽ ഉറപ്പില്ലെന്ന് ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം ശ്രീലങ്കയ്ക്കെതിരെ നടന്ന എവേ T20 പരമ്പരയിൽ ഇന്ത്യൻ ടീമിലുണ്ടായിരുന്ന താരങ്ങളാണ് ശുഭ്മാൻ ഗില്ലും യശസ്വി ജയ്സ്വാളും. എന്നാൽ ഇതിനുശേഷം T20യിൽ ഇന്ത്യക്കായി ഇവർ കളിച്ചിട്ടില്ല. ഇന്ത്യയാകട്ടെ ഇതിനുശേഷം ബംഗ്ലാദേശ്, ദക്ഷിണാഫ്രിക്ക, ഇംഗ്ലണ്ട് എന്നിവർക്കെതിരെ T20 പരമ്പരകൾ വിജയിച്ചു. ഈ മത്സരങ്ങളിലെ പ്രകടനങ്ങൾ അഭിഷേക് ശർമ്മ, സഞ്ജു സാംസൺ, തിലക് വർമ്മ എന്നിവരുടെ സ്ഥാനം ടോപ്പ് ഓർഡറിൽ ഉറപ്പിച്ചു. അതേസമയം T20 ടീമിന്റെ രണ്ടാം വിക്കറ്റ് കീപ്പറായി ജിതേഷ് ശർമ്മ എത്തുമെന്നും ഇന്ത്യൻ എക്സ്പ്രസിന്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഇന്ത്യക്കായി ഇതിനകം T20യിൽ അരങ്ങേറ്റം കുറിച്ചു കഴിഞ്ഞ ജിതേഷ് ശർമ്മ കഴിഞ്ഞ IPLൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനായി മികച്ച പ്രകടനം കാഴ്ചവെച്ച താരമാണ്. ജസ്പ്രീത് ബുംറ, കുൽദീപ് യാദവ്, വരുൺ ചക്രവർത്തി എന്നിവരെയാണ് ബൗളിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ എക്സ് ഫാക്ടറായി BCCI കാണുന്നതെന്നും സൂചനകൾ പുറത്തു വന്നിട്ടുണ്ട്. ഏഷ്യ കപ്പിൽ നിലവിലെ ചാമ്പ്യന്മാരാണ് ഇന്ത്യ. ഏകദിന ഫോർമാറ്റിൽ നടന്ന കഴിഞ്ഞ ഏഷ്യ കപ്പിൽ ശ്രീലങ്കയെ വീഴ്ത്തിയാണ് ഇന്ത്യ കിരീടം നേടിയത്. പാകിസ്ഥാൻ, ഒമാൻ, UAE തുടങ്ങിയ ടീമുകളാണ് ഇത്തവണ ഇന്ത്യയുടെ ഗ്രൂപ്പിലുള്ളത്. സെപ്റ്റംബർ 10 UAEക്കെതിരെയാണ് ഇന്ത്യയുടെ ആദ്യ മത്സരം. സെപ്റ്റംബർ 14 ഇന്ത്യ പാകിസ്ഥാൻ മത്സരം. സെപ്റ്റംബർ 19 ഇന്ത്യ ഒമാനെയും നേരിടും. ഗ്രൂപ്പ് ബിയിൽ അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ്, ഹോങ്കോങ്, ശ്രീലങ്ക തുടങ്ങിയ ടീമുകളാണ് കളിക്കുന്നത്. രണ്ട് ഗ്രൂപ്പുകളിൽ നിന്നും ആദ്യ 2 സ്ഥാനക്കാർ സൂപ്പർ 4ലേക്ക് യോഗ്യത നേടും. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.